അച്ഛൻ എന്നുള്ളതാണ് ആദ്യം. അതിനുശേഷം നമ്മൾ വളർന്ന് വലുതാവുമ്പോഴാണ് അച്ഛൻ ഇങ്ങനെയൊരു പേരുകേട്ട എഴുത്തുകാരനാണ്, സിനിമ എഴുതുന്ന ആളാണ് എന്നൊക്കെ നമുക്ക് ഒരു ഹൈസ്കൂളൊക്കെ എത്തുമ്പോഴേ അതിനെക്കുറിച്ചൊരു ധാരണയൊക്കെ ആവുന്നുള്ളൂ. അതുവരെ അച്ഛനാണ്. വീട്ടിൽ എപ്പോഴെങ്കിലും വരുന്ന തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്ന ഒരച്ഛൻ, പത്രമാഫീസിൽ ജോലിയുള്ള അച്ഛൻ, സിനിമയ്ക്ക് വേണ്ടി എഴുതാൻ എവിടേക്കോ പോണ അച്ഛൻ. വെക്കേഷനിൽ ഞങ്ങളും കൂടെ പോകും. ചിലപ്പോൾ മദ്രാസിലൊക്കെയാണ് ഇരുന്ന് എഴുതുന്നതെങ്കിൽ അവിടെ പോയി 2 മാസം ഇരിക്കും. അപ്പോൾ എനിക്ക് പകൽ ഞാൻ അമ്മയുടെ കൂടെ അമ്മയുടെ ഡാൻസ് ക്ലാസ്സൊക്കെ കാണാൻ പോകും. വൈകുന്നേരങ്ങൾ അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ്റെ എഴുത്തുപണി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളൊന്ന് പുറത്തൊക്കെ കറങ്ങാൻ പോകും. അതായിരുന്നു എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് എന്നുള്ളത്. പിന്നെ ഞങ്ങൾ കോളേജിലൊക്കെ എത്തിയതിന് ശേഷമാണ് അച്ഛൻ കുറേ കൂടി എന്നോട് ഇരുന്ന് സംസാരിക്കാൻ, ലോങ് കോൺവെർസേഷൻസ് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീ ഡിഗ്രി ഒക്കെ ആവുമ്പോഴാണ്. അതുവരെ നമ്മളിങ്ങനെ ഒരു കുട്ടിയല്ലേ, എന്ത് പറയാനാണെന്നുള്ളത്. അതെ, പലപ്പോഴും മൂളലൊക്കെ ആയിരിക്കും നമുക്ക്. നമ്മളൊരു കാര്യം ചോദിച്ചാൽ പിന്നെ ഒരു നല്ല കോൺവെർസേഷൻ ഞങ്ങൾ തമ്മിലുണ്ടാവുന്നത് സത്യം പറഞ്ഞാൽ പ്രീ ഡിഗ്രി ഒക്കെ ആയിട്ടാണ്. പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴാണ് കൂടെ ഇരുന്ന് കുറേ കാര്യങ്ങൾ പുസ്തകങ്ങളെ പറ്റിയും, പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു തരുമായിരുന്നു, പക്ഷെ അതിനെപ്പറ്റി കോൺവെർസേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതൊക്കെ തുടങ്ങിയത് പ്രീ ഡിഗ്രി ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ്. പിന്നെ അച്ഛൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ഇന്നൊക്കെ ഭയങ്കര പേരൻറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ എല്ലാവരും സംസാരിക്കും. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വളർന്നു വരുന്ന കാലം, എൻ്റെ ഫോർമേറ്റീവ് ഇയേഴ്സിലൊന്നും ഞാൻ അച്ഛനധികം കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അച്ഛൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എൻ്റെ ക്യാരക്ടറിൽ ഒരുപാടുണ്ട്. അതെങ്ങനെ വന്നു എന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ബൈ നേച്ചർ അച്ഛൻ്റെ പല കാര്യങ്ങളും അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഉള്ളിൽ ചില വാല്യൂസൊക്കെ ഉണ്ടല്ലോ, നമുക്കത് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് കാലം ചെറുപ്പത്തിൽ നിന്നേ നമ്മൾ ഇപ്പോഴത്തെ കാലം നമ്മൾ വി ആർ ഓൾസോ കോൺഷ്യസ്. ഇപ്പം ഞാനൊക്കെ ഒരു പേരൻറ്റ് എന്നുള്ളത് ഐ എം വെരി കോൺഷ്യസ്. എൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ ഭയങ്കര ബിസിയായിരുന്നു. അവരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അമ്മയും പെർഫോമൻസിൻ്റെ ഒരു പീക്കിൽ നിൽക്കുന്ന സമയത്താണ് രണ്ടുപേരും അവരുടെ മേഖലയിൽ തിരക്ക് പിടിച്ച ആൾക്കാരാണ്. അപ്പം ഞാൻ വളരെ എൻ്റെ അമ്മാവന്മാരാണ് എന്നെ വളർത്തിയത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ബ്രദേഴ്സാണ് എന്നെ വളർത്തിയത് സ്കൂൾ കാലഘട്ടം മുഴുവൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു പേരൻ്റ് ആകുമ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ്. ഞാൻ എൻ്റെ കുട്ടിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഇങ്ങനെ നമ്മളെങ്ങനെ ഭയങ്കര. പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ല. പക്ഷേ അച്ഛൻ്റെ പല കാര്യങ്ങളും എനിക്ക് എന്താ പറയുക, അറിഞ്ഞോ അറിയാതെയോ ആ ഒരു പല സ്വഭാവങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഈ പറഞ്ഞ പോലെ വാല്യൂസ്, അത് ചിലപ്പം നമ്മളുടെ കോൺവെർസേഷനിൽ ഒരു വരിയൊക്കെ പറയുന്നതായിരിക്കാം. പക്ഷേ ആദ്യമായിട്ട് ഞാൻ മാതൃഭൂമിയിൽ ആദ്യമായിട്ട് വാരാന്ത പതിപ്പിലൊരു ലേഖനം അവരെന്നോട് ചോദിക്കുന്ന അച്ഛന് ജ്ഞാനപീഠം കിട്ടിയ സമയത്താണ്. അപ്പം എനിക്ക് എന്ത് എഴുതണം എന്നൊന്നും അറിയില്ല. ഞാനിങ്ങനെ അന്ന് ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ. അപ്പോൾ എന്താ എഴുതുക ഒന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, എനിക്ക് അറിയില്ല അച്ഛൻ, ഞാൻ എന്താ എഴുതുക. അപ്പം വാട്ട് എവർ യു റൈറ്റ് ബി ഓണസ്റ്റ്, ഒറ്റ വരിയേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇന്നും എൻ്റെ ഉള്ളിൽ അതുണ്ട്. അപ്പം ഇന്നും ഞാൻ എന്തെങ്കിലും എഴുതാനിരിക്കുകയാണെങ്കിൽ എനിക്കത് വെറുങ്ങനെ എഴുതാൻ പറ്റില്ല. അത് എനിക്ക് ഓണസ്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ വല്ലപ്പോഴൊക്കെ പറഞ്ഞു തന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ അതുപോലെ വി ആർ നോട്ട് റിച്ച്, വി ആർ ജസ്റ്റ് മാനേജിങ്. അതൊരു ഭയങ്കര ഒരു ലൈഫ് ലെസനായിട്ട് എനിക്ക് തോന്നി ഇപ്പോൾ. എന്ന് വെച്ചാൽ പൈസ അതിൻ്റെ മൂല്യം എന്താണ്, അത് ജീവിതത്തിന് ആവശ്യമാണ്. പക്ഷെ എങ്കിൽ കൂടിയും അതിനെങ്ങനെ കാണണം, നമ്മൾ ലൈഫിൽ അതിനെങ്ങനെ അഡാപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു വലിയൊരു പാടാണ്. ഒറ്റ ലൈനേ ഉള്ളൂ, വി ആർ നോട്ട് റിച്ച് ബട്ട് വി ആർ മാനേജിങ്. അപ്പം എന്നും എൻ്റെ ഉള്ളിൽ അതുണ്ട്. അത് നമ്മൾ റിച്ച് അല്ല, പക്ഷെ നമ്മൾ മാനേജ് ചെയ്യുന്നു കാര്യങ്ങൾ. അതൊരു അങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലും. ഒരാൾ ജീവിച്ച് കാണുന്ന, ഇപ്പം ഞാൻ അച്ഛൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഒരു ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ അങ്ങനെ ഒരു സിംപ്ലിസിറ്റി കണ്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ ഐ തിങ്ക് അതാണ് എനിക്ക് ലൈഫിൽ കിട്ടുന്ന വലിയ വലിയ എന്താ പറയുക പാഠങ്ങൾ. പിന്നെ ഓഫ് കോഴ്സ് വായന, നല്ല സിനിമകൾ കണ്ടു വളർന്ന ഒരു
ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ നമുക്ക് സിനിമയോടുള്ള. അപ്പോൾ ആ ടേസ്റ്റൊക്കെ വളർത്തിയെടുത്തതിൽ അച്ഛന് വലിയൊരു പങ്കുണ്ട്. അത് ചെറുപ്പത്തിൽ നിന്നേ പല സിനിമകളും ഞാൻ ഡോക്ടർ ശിവാഗോ ഒക്കെ കാണുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് അന്നൊന്നും ഒന്നും മനസ്സിലായിട്ടില്ല ആ സിനിമ. പിന്നെയും വെക്കേഷനൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഈ അന്നൊക്കെ VHS അല്ലേ, അതിങ്ങനെ വീണ്ടും വീണ്ടും ഇട്ട് കാണും. അപ്പോൾ പിന്നെ കുറേ കാലം കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോൾ ആ നോവൽ വായിച്ചിട്ട് പിന്നെ വീണ്ടും സിനിമ കണ്ടപ്പോഴാണ് ഓ ഇതായിരുന്നു അത്. അങ്ങനെ അപ്പോൾ പല കാര്യങ്ങളും അങ്ങനെ പിന്നെ ഒന്നിനും ഇപ്പോൾ ചെറുപ്പത്തിലായാലും ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴും നമ്മൾക്ക് വേണ്ടുന്ന സിനിമകളൊക്കെ VHS ഒക്കെ വാങ്ങിത്തരും. പക്ഷെ എന്നാൽ കൂടി അച്ഛൻ കാണുമ്പോൾ ഞാൻ അവിടെ പോയിരുന്ന ഇതിപ്പോൾ നീ കാണണ്ട, അങ്ങനെ ഒരു റെസ്ട്രിക്ഷനോ ഒന്നും. അപ്പം അതിലെന്തെങ്കിലും കുട്ടികൾ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിങ്ങളത് കാണണ്ട അങ്ങോട്ട് പോകും ഒന്നുമില്ല. അതുപോലെ ഒരു പുസ്തകവും എൻ്റെ വീട്ടിലെ ലൈബ്രറി വാസ് ഓൾവേസ് ഓപ്പൺ. അതിൽ ഏത് പുസ്തകവും ഏത് പ്രായത്തിലും എനിക്കെടുത്ത് എക്സ്പ്ലോർ ചെയ്യാം. അതിനൊന്നും ഒരു സെൻസർഷിപ്പും ഇല്ല. അത് ഐ തിങ്ക് ഹി വാണ്ടഡ് മീ ടു ഡിസ്കവർ ഓൺ മൈ ഓൺ. ആ ഒരു ഫ്രീഡം അതൊരു വലിയ കാര്യമാണ്. അച്ഛൻ ഇടപെടില്ല. ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ തിരഞ്ഞെടുത്ത ഡാൻസ് ആവട്ടെ, ഞാൻ പഠിക്കാൻ തീരുമാനിച്ച വിഷയങ്ങളാവട്ടെ, എൻ്റെ വിവാഹം, ഇതിലൊന്നും ഒരിടപെടലും നടത്തിയിട്ടില്ല. എല്ലാം എൻ്റെ മാത്രം തീരുമാനങ്ങളാണ്. സോ നല്ലതോ ചീത്തയോ നമ്മളൊരു തീരുമാനം എടുത്താൽ അത് നമ്മൾ കൈക്കൊണ്ട് നമ്മളത് ചെയ്യണം. അതിനോട് നമ്മൾ എന്താണ് ചെയ്യുന്നത് 100% നീതി പുലർത്തിക്കൊണ്ട് ചെയ്യാം. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഐ തിങ്ക് ഹ്യൂജ് ലൈഫ് ലെസൺസ് അച്ഛൻ്റെ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്.